അപ്പൊ ചങ്ങായിമാരെ, ലോക ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനലിലേക്ക് എത്തിയില്ലേ, അർജന്റീന വേഴ്സസ് സ്പെയിൻ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം, രാത്രി 12:30. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ രണ്ട് ടീമിന്റെയും കുറച്ച് പ്രീവിയസ് ഹിസ്റ്ററിക്കൽ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 14 മത്സരങ്ങളാണ് ഇവർ രണ്ടുപേരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതായത് 6 മത്സരങ്ങൾ അർജന്റീന ജയിച്ചു, 6 സ്പെയിനും ജയിച്ചു, 2 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ 2018 6-1 അർജന്റീന തോറ്റിട്ടുണ്ട് ഒരു സൗഹൃദ മത്സരത്തിൽ സ്പെയിനായിട്ട്. പക്ഷെ അതിൽ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അന്ന് മെസ്സി കളിച്ചിട്ടില്ല, രാജാവില്ലാതെയാണ് പടയാളികൾ ഇറങ്ങിയിട്ടുള്ളത്. അത് നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. പിന്നെ 2010 4-1 അർജന്റീന ജയിച്ചിട്ടുണ്ട്. പിന്നെ 1966 ലോകകപ്പിൽ ഈ അർജന്റീനയും സ്പെയിനും ഒന്ന് മത്സരിക്കുന്നത്. അന്ന് 2-1 അർജന്റീനക്കാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിലെ സ്ഥിതിഗതികളൊക്കെ ഞങ്ങൾ കളി കണ്ടവർക്കൊക്കെ അറിയാം, മാറ്റമുണ്ട്. സ്പെയിൻ വൻ ടീമായി മാറിയിട്ടുണ്ട്, അതേപോലെ അർജന്റീന ഒരു കംബാക്ക് ടീമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒന്നും കളിച്ചില്ലെങ്കിലും ലാസ്റ്റ് ടൈമിലേക്ക് അവർ ഒരു ടീമായി മാറി നല്ലൊരു കളി വെച്ചിട്ട് ചിലപ്പോൾ ജയിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ സ്കോഡ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് മുൻതൂക്കം നമുക്ക് സ്പെയിനിന് കൊടുക്കാം. കാരണം അവര് അറ്റാക്കിംഗ് ആണെങ്കിലും മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും ബാക്ക് ലൈനപ്പ് ആണെങ്കിലും എല്ലാം പക്കയാണ് നമ്മൾ കളിയിലും കണ്ടതാണ്. അർജന്റീന എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗോൾസ് കൺസീഡ് ആവുന്നുണ്ട്, പക്ഷെ ലാസ്റ്റ് സമയത്തേക്കാണ് അർജന്റീന കളി മാറി ചിലപ്പോൾ ഒരു ജയത്തിലേക്ക് എത്തുന്നത് അവര്. അതാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് 2026 ഗെയിം കൊണ്ട് നമ്മൾ അതിൽ വിലയിരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആര് ജയിക്കണം എന്നാണ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ട് ആയത് ടീം ജയിക്കാന്നുണ്ടെങ്കിൽ